നമുക്കിനി കോംപ്ലക്സ് അനാലിസിസിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഹയർ സെക്കൻഡറിയിൽ പഠിച്ച കാര്യമാണ് കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സാധാരണ ഒരു സെഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നൊരു രീതിയിലാണല്ലോ. അവിടെ എക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ പാർട്ടോ അതേപോലെ ആ വൈ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടുമാണ്. അപ്പോൾ ഐ വൈ എന്ന് വന്നിരിക്കുന്നത് ഇമാജിനറി പാർട്ടാണ്, എക്സിൻ്റെ ഈ ഒരു സെക്ഷൻ റിയൽ പാർട്ടുമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ക്വാഡ്രൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം ഇസഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അതാണ് വൈ ആക്സിസിൽ ഇമാജിനറിയും അതേപോലെ എക്സ് ആക്സിസിൽ റിയൽ പാർട്ടും വരുന്ന രീതിയിൽ. അപ്പോൾ ഇതിന് എക്സ് കോമ വൈ എന്ന് എഴുതാനായിട്ട് പറ്റും, എക്സ് കോമ വൈ എന്ന് എഴുതാൻ പറ്റും. അതിൻ്റെ പ്രൊജക്ഷൻസിനെ നമുക്ക് അതിന് വരുമ്പോൾ പറയാം, അതിന് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കിതിനെ റിസോൾവ് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇനി z ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ ആണെങ്കിൽ അതായത് z ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ മൈനസ് വൈ ആണെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അതായത് ഇമാജിനറി ആക്സസ് താഴോട്ടായിരിക്കും പോവുക, റിയൽ ആക്സസ് നേരത്തെ പോലെ തന്നെ. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ഈ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇതിന് ഉണ്ട്. ഈ ഒരു രീതിയിൽ കൂടി റെപ്രസെൻറ്റേഷൻ നടക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പം ഇത്തരം പ്ലെയിൻ ഉണ്ടല്ലോ, അതായത് ഈ വരച്ച ഈ ഇമാജിനറി ആക്സിസ് വൈ ആക്സിസിൽ വരുന്നതും അതേപോലെ റിയൽ ആക്സിസ് എക്സ് ആക്സിസിൽ വരുന്നത്, ഇത് എക്സ് ആക്സിസ് ആണ്, ഇതെന്താണ് വൈ ആക്സിസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇമാജിനറി ആക്സിസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക, ഇത് റിയൽ ആക്സിസും. കോംപ്ലക്സ് നമ്പറിൽ ഇമാജിനറി ആക്സിസും അതേപോലെ റിയൽ ആക്സിസും എന്നാണ് ഇവയെ പറയുന്നത്. ഇത്തരം ആക്സിസുകളെ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്നത് കോംപ്ലക്സ് പ്ലെയിൻ എന്നാണ്. കോംപ്ലക്സ് പ്ലെയിൻ അല്ല എങ്കിൽ ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്, ആർഗണ്ട് പ്ലെയിൻ എന്ന്. അപ്പോൾ ഈ രണ്ട് പേരിലാണ് ഇത് അറിയപ്പെടുന്നത്, കോംപ്ലക്സ് പ്ലെയിന് അല്ല എങ്കിൽ ആർഗണ്ട് പ്ലെയിന്. അപ്പം ഇതുമായിട്ട് കോംപ്ലക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിനി നോക്കാം. നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് പ്രോപ്പർട്ടീസ്. അപ്പോൾ അതിൽ ആദ്യത്തേത്, അതിനു മുന്നേ ഞാൻ രണ്ട് കോംപ്ലക്സ് നമ്പർ ഡിഫൈൻ ചെയ്യാം. അതായത് z1 ഈസ് ഈക്വൽ ടു x1 പ്ലസ് i(y1) എന്നൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. അതേപോലെ z2 ഈസ് ഈക്വൽ ടു x2 പ്ലസ് i(y2) എന്നൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തേത് z1 പ്ലസ് ഓർ മൈനസ് z2 എന്നുള്ളത് എങ്ങനെ നമുക്കിത് ആഡ് ചെയ്യാനായിട്ട് പറ്റും? ഇപ്പോൾ അഡീഷനോ അതല്ലെങ്കിൽ സബ്ട്രാക്ഷനോ എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്ന? റിയൽ പാർട്ടുകൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യപ്പെടും. അങ്ങനെയാണ് ഇത് വരുന്നത്. അതായത് x1 പ്ലസ് ഓർ മൈനസ്, ഇവിടെ മൈനസ് ഉണ്ട്, പ്ലസ് ഓർ മൈനസ് x2, അതിനുശേഷം ഇവിടെ പ്ലസ് വരും, പ്ലസ് i ഇൻറ്റു y1 പ്ലസ് ഓർ മൈനസ് y2. ഈ ഒരു രീതിയിലായിരിക്കും ആ കോംപ്ലക്സ് നമ്പറുകൾ ഈ ആഡ് ചെയ്യപ്പെടുക. അതിൻ്റെ ഓൾജിബ്ര വരുന്നത് ഈ ഒരു രീതിയിൽ ആണ്. ഇനി അടുത്തത് രണ്ട് കോംപ്ലക്സ് നമ്പറുകളുടെ പ്രോഡക്റ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ, അതായത് z1ഉം z2ൻ്റെയും പ്രോഡക്റ്റ് ഞാൻ എടുക്കുകയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ്, x1 പ്ലസ് i y1ഉം ഇൻറ്റു x2 പ്ലസ് i(y2) എന്നായിരിക്കുമല്ലോ ഇത് വരുന്നത്. ഇനി ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുവാണെങ്കിൽ ഫൈനൽ റിസൾട്ട് വരിക, നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. ഫൈനൽ റിസൾട്ട് വരുന്നത് x1 x2 മൈനസ് y1 y2, ഇത്രയും ഒരു റിയൽ പാർട്ട്. അതേ പ്ലസ് i ഇൻറ്റു x1 y1 പ്ലസ് y1 x2. ഒന്ന് ചെയ്ത് നോക്കുക ഇത് കറക്റ്റ് ആണോ എന്നുള്ളത്. സോറി, ഇവിടെ y1 അല്ല, ഇവിടെ y2 ആണ്. x1 y2 പ്ലസ് y1 x2. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ, ഇത് തന്നെയാണോ കിട്ടുന്നതെന്ന് ഒന്ന് ഉറപ്പുവരുത്തുക. ഇനി അടുത്ത പ്രോപ്പർട്ടി, രണ്ട് കോംപ്ലക്സ് നമ്പറുകളുടെ z1 z2 അതിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഫൈനലി നമുക്ക് വരുന്നത് ഇതും ഈ രീതിയിൽ നമ്മൾ, അതായത് ഇവിടെ x1 പ്ലസ് i(y1) എന്ന് വരും, ഡിവൈഡഡ് ബൈ x1 x2 പ്ലസ് i(y2) എന്നായിരിക്കും വരിക.
അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാനായിട്ട്, അതായത് റേഷ്യോ എടുക്കാനായിട്ട് ആദ്യം ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ എന്താ, ഈ പ്ലസ് ഐ എന്നുള്ളത് മൈനസ് ഐ, ഐയുടെ സൈൻ ഏതാണോ അത് നേരെ റിവേഴ്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ ഈ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, x2 മൈനസ് ഐ ബൈ 2 ഡിവൈഡഡ് ബൈ x2 മൈനസ് ഐ ബൈ 2 എന്ന് വരും. ഇങ്ങനെ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫൈനലി ഒരു റിസൾട്ട് കിട്ടും. അത് x1 x2 പ്ലസ് y1 y2 ഹോൾ ഡിവൈഡഡ് ബൈ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. ഇത് റിയൽ പാർട്ട്. അതേ പ്ലസ് i ഇൻറ്റു x2 y1 മൈനസ് x1 y2 ഹോൾ ഡിവൈഡഡ് ബൈ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. ഇങ്ങനത്തെ ഒരു പാർട്ടും കൂടിയായിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ റേഷ്യോൻ്റെ കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് റേഷ്യോയുടെ കാര്യം എഴുതുന്നത്. ഇനി അടുത്തത് കോംപ്ലക്സ് നമ്പറിൻ്റെ റെപ്രസെൻറ്റേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് നമുക്കിതിനൊരു പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇനി നോക്കാം. അപ്പോൾ ഞാൻ ആ കോർഡിനേറ്റ് സിസ്റ്റം ഏതാണെന്നുള്ളത് വരയ്ക്കുകയാണ്. നേരത്തെ വരച്ച സെയിം കാര്യം തന്നെ ഞാനിങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു നമ്മുടെ കോംപ്ലക്സ് നമ്പറാണെന്നിരിക്കട്ടെ, Z. അല്ലെങ്കിൽ ആദ്യം ഞാൻ വെക്ടറിൻ്റെ കാര്യം പറയാം, വെക്ടേഴ്സിൻ്റെ കാര്യം പറയാം. എന്നിട്ട് അതും കോംപ്ലക്സ് നമ്പറുമായിട്ടുള്ള ആ ഒരു ബന്ധം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ വെക്ടറുകൾ, ഒരു വെക്ടർ ഇങ്ങനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുവാണ്. എ എന്ന വെക്ടറാണെന്നിരിക്കട്ടെ അത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ് ഇവിടെ x, y ആണ്. ഇവിടെ ഇതിൻ്റെ പ്രൊജക്ഷൻ താഴോട്ട് എടുക്കുകയാണെങ്കിൽ ഇത് തീറ്റ ആണെങ്കിൽ ഈ സൈഡ് എന്നുള്ളത് എന്ത് വരും, എ സൈൻ തീറ്റ എന്നായിരിക്കും വരിക. താഴത്തെ ഈ പാർട്ട് എ കോസ് തീറ്റ എന്നായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന വെക്ടറിനെ എങ്ങനെയാണ് എഴുതുക, എ ഈസ് ഈക്വൽ ടു എ എക്സ് ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് എ വൈ ഇൻറ്റു ജെ ക്യാപ്പ് എന്നാണല്ലോ എഴുതുക. എ എക്സ് എന്ന് വെച്ചാൽ എക്സ് കമ്പോണൻ്റ് ആണ്, അതിവിടെ എന്താണ്, എ കോസ് തീറ്റയാണ്. എ വൈ എന്ന് പറയുന്നത് സൈൻ കമ്പോണൻ്റ് ആണ്, അത് എ സൈൻ തീറ്റയും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, സ്ക്വയർ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് പറ്റും. അതേപോലെ ഇതിൻ്റെ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് എന്നുള്ളത് ഇവിടെ എ വൈ ആണ്, എ വൈ ബൈ എ എക്സ് എന്ന് എഴുതാനായിട്ട് പറ്റും അല്ലേ. സോറി, തിരിഞ്ഞു പോയോ, എ വൈ ബൈ എ എക്സ് അല്ല, ഈസ് ഈക്വൽ ടു ഇവിടെ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ശരിയാ, അത് തന്നെ, എ വൈ ബൈ എ എക്സ് എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എന്ത് വരും, എ വൈ ബൈ എ എക്സ് എന്നായിരിക്കും വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെക്ടറിൽ സാധാരണ നമ്മൾ പറയുന്നത്. ഇനി ഇതേപോലെ കോംപ്ലക്സ് നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ കോംപ്ലക്സ് നമ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇനി ഇപ്പോൾ അടുത്ത കോംപ്ലക്സ് നമ്പേഴ്സാണ് എഴുതുന്നത്. കോംപ്ലക്സ് പ്ലെയിൻ ആണ് ഇനി എടുക്കുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ Z ആണ്. കോർഡിനേറ്റ് x, y, അതായത് x പ്ലസ് ഐ വൈ എന്നതാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ തീറ്റയാണ് ഇതിൻ്റെ ആംഗിള്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രൊജക്ഷൻ നമുക്കെടുക്കാം. അത് ഇതിൻ്റെ ഈ പാർട്ട് ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ്, ഇത് ഇതിൻ്റെ വൈ കമ്പോണൻറ്റ്. അങ്ങനെയാണെങ്കിൽ Z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. വേർ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് മോഡ് Z ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിൻ്റെ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും, ടാൻ തീറ്റ എന്നുള്ളത് ഓക്കെ വൈ ബൈ എക്സ്, വൈ ബൈ എക്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് എന്ന് എഴുതാനായിട്ട് പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തീറ്റ ഇവിടെ കണ്ടുപിടിച്ച ഈ തീറ്റ ഉണ്ടല്ലോ, ഈ തീറ്റന് ഒരു പ്രത്യേക പേരുണ്ട്, ആർഗ്യുമെൻ്റ് എന്നാണ് ഈ തീറ്റയെ വിളിക്കുന്നത്. തീറ്റയ്ക്ക് ഒരു പേരുണ്ട്, തീറ്റയുടെ പേരെന്താണ്, ആർഗ്യുമെൻ്റ് എന്നാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനു മുന്നേ പഠിച്ചത് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് നമ്മൾ റീക്യാപ്പ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ ഇവിടെ ചെയ്യുന്ന കാര്യം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു കാര്യം പോളാർ റെപ്രസെൻറ്റേഷൻ ആണ്. ഒരു വെക്ടറല്ല, ഈ കോംപ്ലക്സ് നമ്പറിന് വേറൊരു രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുക. അപ്പോൾ എന്താണ് പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് നോക്കാം. റെപ്രസെൻറ്റേഷൻ അപ്പോൾ ഇവിടെ അതായത് ആർ കോമ തീറ്റ എന്ന രൂപത്തിൽ നമ്മൾ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ. അപ്പോൾ ഈ ആർ കോമ തീറ്റ എന്നുള്ള അതിൻ്റെ ടേംസിൽ നമ്മളൊരു സിസ്റ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ഈ പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന ആ ഒരു കാര്യം ഉണ്ട്, അതായത് ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. അപ്പോൾ നേരത്തെ ഈ ഫിഗർ നോക്കുവാണെങ്കിൽ, അതായത് ഈ വരച്ച ഈ ഒരു ഫിഗർ നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ ഇതിൽ നിന്ന് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ എന്താണ്? അതായത് സെഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത് ഞാനിവിടെ ആറാക്കി എടുക്കുകയാണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ സെഡ് എന്നുള്ളതൊരു കോംപ്ലക്സ് നമ്പർ ആണല്ലോ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആറാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് കമ്പോണൻറ്റിനെ എക്സ് പ്രൊജക്ഷനെ എനിക്ക് എങ്ങനെ എഴുതാം? 6 കോസ് തീറ്റ എന്ന് എഴുതാം. അതേപോലെ വൈ എനിക്ക് എങ്ങനെ എഴുതാം? 6 സൈൻ തീറ്റ എന്ന് എഴുതാം. നമ്മൾ സാധാരണ ഇതിന് പിന്നെ ക്ലാസിക്കലെല്ലാം പഠിച്ചിട്ടുള്ള സെയിം കാര്യം തന്നെ. അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സ് നമ്പർ സെഡിനെ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് ഐ വൈ എന്നല്ലേ. സോ ഇതിനെ 6 കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു 6 സൈൻ തീറ്റ എന്ന് എഴുതാനായിട്ട് പറ്റും. അല്ല എങ്കിൽ 6നെ കോമൺ ആയിട്ട് വെളിയിലെടുത്താൽ 6 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പം ഈ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റാനെ നമ്മൾ വേറൊരു ചെറിയ നൊട്ടേഷൻ കൊടുക്കുവാണ്, ആർ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ എന്ന്. അതായത് ഈ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റാനെ ഇ റൈസ് ടു ഐ തീറ്റ എന്ന് എഴുതുവാണ്. വേറെ ഇ റൈസ് ടു ഐ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ, അങ്ങനെ മാറ്റി എഴുതുവാണ് ഇവിടെ. അപ്പോൾ നമുക്ക് പുതിയൊരു റെപ്രസെൻറ്റേഷൻ കിട്ടി. അതായത് എന്താണ്? z ഈസ് ഈക്വൽ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ എന്ന പുതിയൊരു കാര്യം നമുക്കിവിടെ കിട്ടി. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് എങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം? ആർ ഇ റൈസ് ടു ഐ തീറ്റ എന്നും റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേറൊരു രീതി കൂടി ഞാൻ പറഞ്ഞുതരാം, ഒന്ന് നോക്കുക. z ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു സി ഐ എസ് തീറ്റ എന്നുകൂടി ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. സി സ്റ്റാൻഡ്സ് ഫോർ കോസ്, പിന്നെ ഐ സൈൻ എന്നുള്ള ഒരു രീതിയാണ്. കോസ് ഐ സൈൻ, അതാണ് ഇവിടെ ഈ കോസ്. ഇതിനെയാണ് നമ്മൾ ചുരുക്കി സി ഐ എസ് തീറ്റ എന്ന് എഴുതുന്നത്. സോ z ഈസ് ഈക്വൽ ടു ആർ സി ഐ എസ് തീറ്റ എന്ന് കൂടി ഇതിനെ എഴുതാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ നമ്മൾ തീറ്റ എഴുതുവാണെങ്കിൽ, അല്ലെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. ദെർഫോർ അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആർ ഈസ് ഈക്വൽ ടു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡ് ഓഫ് വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് സെഡ്. നേരത്തെ ഞാൻ ആ ഫിഗറിൽ കാണിച്ച കാര്യം. അതേപോലെ തീറ്റ എന്നുള്ളത് എന്തായിരുന്നു? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് ആയിരുന്നുവല്ലോ. അപ്പോൾ ഇവിടെ ഈ തീറ്റാനെ ആർഗ്യുമെൻ്റ് എന്നാണ് വിളിക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞിരുന്നു. സോ അതിനെ നമുക്ക് ഇങ്ങനെ കൂടി എഴുതാം, എ ആർ ജി ഓഫ് സെഡ് എന്ന് എഴുതാനായിട്ട് പറ്റും. ഇതിൻ്റെ അർത്ഥം എന്താണ്? ആർഗ്യുമെൻ്റ് ഓഫ് സെഡ് ആണ് തീറ്റ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി ആർഗ്യുമെൻറ്റുകളുടെ ഒരു ചെറിയ ഓൾജിബ്രയുണ്ട്. ആർഗ്യുമെൻറ്റുകൾ വെച്ചിട്ട് ഉള്ള ചെറിയ 2-3 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞ് ഞാൻ എഴുതുവാണ് ഇക്വേഷൻസ്. അതായത് z1 ഈസ് ഈക്വൽ ടു ആർ ഇ റൈസ് ടു r1 ഇ റൈസ് ടു ഐ തീറ്റ 1ഉം അതേപോലെ z2 ഈസ് ഈക്വൽ ടു r2 ഇ റൈസ് ടു ഐ തീറ്റ 2യും ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ r1 എന്നുള്ളത് ഈസ് ഈക്വൽ ടു മോഡ് ഓഫ് z1 ആണ്. അതേപോലെ r2 എന്നുള്ളത് മോഡ് ഓഫ് z2യും ആണ്. അതേപോലെ തീറ്റ 1 എന്നുള്ളത് എന്താണ്? ആർഗ്യുമെൻ്റ് ഓഫ് z1 ആണ്. തീറ്റ 2 എന്നുള്ളത് ആർഗ്യുമെൻ്റ് ഓഫ് z2യും ആണ്. സോ ഒന്നാമത്തെ റിസൾട്ടായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് z1 ഈസ് ആദ്യം അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ കാര്യം നോക്കാം. അതായത് ഒന്നാമത്തെ കേസ് z1 ഇൻറ്റു z2 എന്താണെന്നുള്ളത് നോക്കാം.
വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ Z1 Z2 എന്താണെന്നുള്ളത് നേരത്തെ തന്നിട്ടുണ്ട്. അപ്പോൾ Z1 ഇൻറ്റു Z2 ഈസ് ഈക്വൽ ടു R1 R2 e റൈസ് ടു I ഇൻറ്റു θ1 പ്ലസ് θ2 എന്ന് എഴുതാം. ഇനി അതേപോലെ മോഡുലസ് ഓഫ് Z1 ഡോട്ട് Z2 ഈസ് ഈക്വൽ ടു R1 R2 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് ഓഫ് Z1 ഇൻറ്റു മോഡ് ഓഫ് Z2. ഇങ്ങനെയും ഇതിനെ എഴുതാൻ പറ്റും. ഇനി അതേപോലെ ആർഗ്യുമെൻ്റ് ഓഫ് Z1 ഡോട്ട് Z2 എന്നുള്ളത് ശ്രദ്ധിക്കുക, അത് θ1 പ്ലസ് θ2 ആയിരിക്കും. Z1 Z2ൻ്റെ ആർഗ്യുമെൻ്റ് അതാണ് ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയ കാര്യം തന്നെയാണിത്. അതിനെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ θ1 പ്ലസ് θ2 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, θ1 പ്ലസ് θ2. അതായത് ഈ Z1 Z2ൻ്റെ ആർഗ്യുമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ Z1 Z2 എന്നുള്ളത് എന്താണ്? R1 R2 e റൈസ് ടു I ഇൻറ്റു θ1 പ്ലസ് θ2 ആണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ വീണ്ടും പറഞ്ഞിട്ടുള്ളത്. ഇതിനെ കുറച്ചുകൂടി നമ്മൾ വിപുലീകരിച്ച് എഴുതുവാണെങ്കിൽ θ1 എന്നുള്ളത് എന്താണ്? ആർഗ്യുമെൻ്റ് ഓഫ് Z1 ആണ്, പ്ലസ് θ2 എന്നുള്ളത് ആർഗ്യുമെൻ്റ് ഓഫ് Z2യും ആണ്. ശരി, ഇനി അടുത്തത് Z1 ഡിവൈഡഡ് ബൈ Z2 എന്ത് വരും എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ Z1 ഇൻറ്റു Z2 അല്ലേ നോക്കിയത്. അപ്പോൾ Z1 ബൈ Z2 ഇതിൻ്റെ റേഷ്യോ എന്താണെന്നുള്ളത് നോക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു നേരത്തെ എന്താണ്? R1 e റൈസ് ടു I θ1 ഡിവൈഡഡ് ബൈ R2 e റൈസ് ടു I θ2, വിച്ച് ഈസ് ഈക്വൽ ടു R1 ബൈ R2 ഇൻറ്റു e റൈസ് ടു I ഇൻറ്റു θ2 മൈനസ് θ1 എന്നായിരിക്കും. θ2 അല്ല θ1 മൈനസ് θ2 എന്നാണ്. θ1 മൈനസ് θ2 അല്ല θ1 മൈനസ് θ2 എന്നാണ് വരിക. അങ്ങനെ വന്നു. സോ ഇനി അടുത്തത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ കാര്യം നമുക്ക് എഴുതാം. അതായത് magnitude of Z1 by Z2 is equal to എന്ത് വരും? R1 by R2 എന്നായിരിക്കും വരിക, which is equal to mod of Z1 divided by mod of Z2 എന്നും എഴുതാം. ഇനി അതേപോലെ argument of Z1 by Z2 is equal to, ഇവിടെ നോക്കിയാൽ എന്തായിരുന്നു ആർഗ്യുമെന്റ് വന്നിരുന്നത്? θ1 മൈനസ് θ2 ആയിരുന്നു. സോ അത് നമുക്ക് എഴുതാം, θ1 മൈനസ് θ2 ആയിരിക്കും ഇതിൻ്റെ ആർഗ്യുമെന്റ്സ്. അതായത് വിച്ച് ഈസ് ഈക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെന്റ് ഓഫ് Z2 എന്നാണ് വന്നത്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക.